ഹായ് മക്കളെ, +2 വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സാർ +2ന് ശേഷം റിപ്പീറ്റ് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന്. ഈ വീഡിയോ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾ മൊത്തം കേൾക്കണം. കാര്യം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡിസിഷൻ ആയിരിക്കും അതെന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും സൈലത്തിന്റെ റിപ്പീറ്റർ ബാച്ച് ഉണ്ട്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് നമ്മൾ ഇത്തവണ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ, കുറച്ച് കുട്ടികളെ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പിക്കുമെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ സൈലത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓഫ്ലൈൻ സെന്റർ നമ്മൾ സീറ്റ് വളരെയധികം കുറച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നിങ്ങൾ 2027 +2 വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്യുന്നവർ നീറ്റ് അല്ലെങ്കിൽ JEE എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മുടെ പ്രോഗ്രാമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഇമേജ് കണ്ടിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 2500ഓളം ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെ 2025 നമ്മുടെ കയ്യിൽ നിന്ന് പാസ്സായി പോയ അവരൊരുമിച്ച് വന്ന സൈലം അവാർഡ് ഫംഗ്ഷന്റെ ഒരു ഫോട്ടോയാണ്. ഈ പ്രാവശ്യം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് JEEയുടെ റിസൾട്ട് വന്നു. കേരള റാങ്ക് നിങ്ങൾ മനസ്സിലാക്കണം, കേരള റാങ്ക് 7ഉം 6ഉം അല്ലെ, 6ഉം 7ഉം 2 റാങ്ക്. കേരള റാങ്ക് 6 and 7 എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് സൈലത്തിലെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് 99% ഒക്കെ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ സിംഗിൾ ഡിജിറ്റ് റാങ്ക് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഒരെണ്ണം കിട്ടിയതിന് നിങ്ങൾ ഭാഗ്യം എന്ന് പറയാം. 2 പേരും 6ഉം 7ഉം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 4ാമത്തെ വർഷം 4th year ഓഫ് JEEയിലാണ് നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ JEE തുടങ്ങി 4ാമത്തെ വർഷം ഈ ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അടിപൊളി റിസൾട്ടാണ് ഈ പ്രാവശ്യം. അത് അതിനേക്കാൾ കൂടാൻ പോകുന്ന വർഷമാണ് 2027 എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന്റെ ഭാഗമായി വരണം. ഇതിനേക്കാൾ കൂടുതൽ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും 4 വർഷം കൊണ്ട് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതാണ് അപ്പൊ സൈലത്തിൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കാര്യമുണ്ട്. ഇനിയും നല്ല പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ നമുക്ക് മതി. അവരെല്ലാവരും റിസൾട്ട് ആകുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സൈലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ എഫേർട്ടിലേക്ക് അതിലൊരു സീറ്റ് നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. അതുകൊണ്ടാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്ക് മുമ്പോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടാണിത്. ഇപ്രാവശ്യം ഇപ്പോൾ വന്നപ്പോൾ തന്നെ അതിനേക്കാൾ ബെസ്റ്റ് റിസൾട്ടാണ്. ഇനി വരാൻ പോകുന്നതും അടിപൊളിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ടീച്ചേഴ്സ് എല്ലാവരും എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് പറയാം അവർ സൈലത്തിൽ ഉണ്ടെന്ന്. മാത്രമല്ല നമ്മൾ DPP ബുക്ക്ലെറ്റ്സ്, അത് സൈലത്തിന് മാത്രം പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് സൈലത്തിൽ ഇത്രയും സക്സസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള DPP മെറ്റീരിയൽ അത് കേരളത്തിൽ ആർക്കും ഇല്ല. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ കളേർഡ് മെറ്റീരിയൽ കൊടുക്കുക ഇല്ല. 100% എനിക്ക് ഉറപ്പായിട്ട് പറയാം, കളേർഡ് മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾ ഓർക്കും പുറത്ത് മാത്രമാണോ കളർ? അല്ല, അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പം ബയോളജി ഒരു ബുക്ക് എടുത്ത് തുറന്ന് കാണിക്കുകയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇത്ര കളേർഡ് ആയിട്ട് അത്രയും കണ്ടന്റുകൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞാലും അതിനകത്തുനിന്ന് വരാവുന്ന എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കൃത്യമായി സ്ട്രക്ചർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ NCERT കംപ്ലീറ്റ് കവേർഡ് ആണ്. അപ്പൊ നിങ്ങൾ ആക്ച്വലി തിയറി പഠിക്കാൻ ഒരു ബുക്ക് ഇത് തന്നെയാണ് നിങ്ങളെ ക്ലാസ് റൂമിൽ ചെയ്യിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇത്ര അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് സത്യത്തിൽ സൈലത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇത് ക്ലാസ് റൂമിലും കൂടെ പോകുന്ന സമയത്താണ് അത് അടിപൊളിയായിട്ട് മാറുന്നത്. ഇതിന്റെ എല്ലാം ഓൺലൈൻ വീഡിയോസ് നിങ്ങൾക്കുണ്ട്. അപ്പൊ ഓൺലൈൻ വീഡിയോസും ഓഫ്ലൈൻ ക്ലാസ്സും ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് റിവിഷനും കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാം അടിപൊളിയായി മാറും. അപ്പം ആ ഒരു സിസ്റ്റമാണ് സൈലത്തിൽ ഉള്ളതെന്ന് പറയുന്ന മക്കളെ, ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി റിവിഷൻ ഒക്കെ വെച്ചിട്ടാണ് സൈലം ഇങ്ങനെ മൈൻഡ് മാപ്സ് ഒക്കെ കൊടുക്കുന്നത്. വേറെ ആരും കേരളത്തിൽ മൈൻഡ് മാപ്പ് ഒന്നും കൊടുക്കുന്നില്ല. സൈലമാണ് ഇത് തുടങ്ങിയത് തന്നെ. അത് കഴിഞ്ഞാണ് നാഷണൽ ലെവലിൽ പോലും ഫിസിക്സ് വാല സൈലത്തിൽ നിന്ന് മൈൻഡ് മാപ്സ് എടുത്തിട്ട് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. കാര്യം ഓരോ ചാപ്റ്ററും ഒരു പേജിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. മൈൻഡ് മാപ്സിൽ ഒരു ചാപ്റ്റർ ഒരു പേജിൽ പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇത്രയും അടിപൊളി ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ആണ് സൈലത്തിന്റെ ഈ സക്സസ്. അപ്പൊ എന്തുകൊണ്ട് ഇത്ര റിസൾട്ട് സൈലത്ത് ഇത്രയും കുറഞ്ഞ സമയത്ത് വന്നെന്ന് ചോദിച്ചാൽ, അത്രയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ മെറ്റീരിയൽസിലും കണ്ടന്റ്സിലും കുട്ടികളുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ അതാണ് അടുത്തത് നിങ്ങളോട് പറയാനുള്ളത്. DPP ബുക്ക്ലെറ്റ്സ് ആയിക്കോട്ടെ, ഇനി സൈലത്തിലെ എല്ലാ ക്ലാസ് റൂമിലും ഒരേപോലെയാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോവുക. എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം
കോഴിക്കോട് ഒരു സെന്റർ ഉണ്ടെന്ന് ഇരിക്കട്ടെ, കോഴിക്കോട്. ട്രിവാൻഡ്രത്ത് വേറൊരു സെന്റർ. ഇവിടെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുമ്പോൾ ഇവിടെയും ബേസിക് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും മറ്റ് സെന്ററുകളിൽ അങ്ങനെയല്ല. അല്ല, മറ്റ് സെന്ററുകൾ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ചാപ്റ്റർ 10 തുടങ്ങും, ചില സ്ഥലത്ത് ചാപ്റ്റർ 7 തുടങ്ങും, ചില സ്ഥലത്ത് 5 തുടങ്ങും. അപ്പൊ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപോലെയല്ല പോവുക. അങ്ങനെ ഒരുപോലെ പോയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു മാസം കഴിയുമ്പോഴും പല സ്ഥലത്തും പഠിപ്പിച്ച പല ചാപ്റ്റർ ആയതുകൊണ്ട് കോമൺ എക്സാമുകൾ നടക്കില്ല. പക്ഷെ സൈലത്തിൽ ഒരുപോലെ പഠിപ്പിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടും ട്രിവാൻഡ്രവും ഒക്കെ തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് എല്ലാ മാസവും, അതായത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ മെയ്യിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ തിരക്കുള്ളൂ. ആദ്യമേ ക്ലാസ് തുടങ്ങുന്നത് സൈലത്തിലായിരിക്കും. മെയ് 15 നമ്മൾ ക്ലാസ് തുടങ്ങും. നീറ്റ് എക്സാം മെയ് 4 തീയതി കഴിഞ്ഞാൽ മെയ് 15 അടുത്ത ബാച്ച് നമ്മൾ തുടങ്ങും. ഏറ്റവും ആദ്യമേ പഠിപ്പിച്ചു തുടങ്ങുന്നത് നമ്മളെ മെയ് 15. അപ്പം അങ്ങനെ ക്ലാസ് തുടങ്ങുമ്പോൾ ഗുണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ മാസം തൊട്ട് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ തുടങ്ങും. അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഒരു 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 തരം ഏതാണ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ. കാര്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യത്തെ മാസം തൊട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എന്ത് ചാപ്റ്ററിൽ സംശയം തോന്നിയാലും അപ്പൊ ടാബ് എടുക്കുക, ആ ക്ലാസ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, അടിപൊളിയാക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സംശയം വന്നാലും നിങ്ങൾക്കത് ടാബ്ലറ്റ്സ് വെച്ച് കണ്ട് എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും അതിനകത്ത് ടാബിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്തത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ പറഞ്ഞു, ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ DPP കൂടാണ്ട്, അത് നീറ്റിന് വേറെ DPP, ജെയ്ക്ക് വേറെ DPP ആണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ സ്റ്റഡി മെറ്റീരിയലും ബുക്സും നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി തരും. കൂടാതെ നിങ്ങൾക്ക് അടിപൊളി മെന്റേഴ്സും നിങ്ങളുടെ കൂടെ ഹോസ്റ്റലിലുള്ളവർക്ക് ഹോസ്റ്റലിൽ ഉണ്ടാകും. നിങ്ങൾ ഡേ സ്കോളർ മെന്റർ ആണെങ്കിൽ അവരും നിങ്ങളുടെ കൂടെ ക്ലാസ് റൂമിലും നിങ്ങളുടെ കോൺടാക്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് പേരൻസിന്റെ കൂടെയും എന്ത് ചെയ്യും, അവര് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകും. ആൻഡ് ഇനി ടാബ്ലറ്റിൽ ക്ലാസ് മാത്രമൊന്നുമല്ല, അതിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ക്ലാസ് കൂടാണ്ട് AI ഗുരു ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ചാറ്റ് GPT നിങ്ങൾക്കറിയാം ഒരു മാസം എത്ര രൂപയാണ് ചാറ്റ് GPT എടുക്കാൻ വേണ്ടി, അല്ലെ? ഒരു 2000 rupees എടുത്താവും. ഇത് ചാറ്റ് GPTയേക്കാൾ അക്കാഡമിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള AI ആണ് AI ഗുരു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അപ്പ ചോദിക്കാം, അതിനോട് ക്വസ്റ്റ്യൻ എടുത്തിടുക, അപ്പൊ അതിന് ആൻസർ വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ എന്ത് വേണം, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വേണം, കഴിഞ്ഞ നീറ്റിൽ ചോദിച്ചിട്ടുള്ള അത് അപ്പൊ ചോദിച്ചാൽ അപ്പൊ PDF ആയിട്ട് അത് വരും. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് എക്സാംസ് നടത്തണം, ഇത്ര ടോപ്പിക് വെച്ചിട്ട് എക്സാം നടത്താൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അങ്ങനെ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു AI എന്ത് ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ടീവായിട്ട് AI ഗുരു ആപ്പിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ എക്സാം എഴുതണം. അതായത് PDF പോലെയല്ല ആപ്പിലെ എക്സാം, A-B മാർക്ക് ചെയ്ത് അവസാനം ആൻസർ തരുന്ന പോലെ ആപ്പിൽ എക്സാം നടത്തണമെങ്കിൽ അതിന് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു 3 പാഠം പഠിച്ചു, നിങ്ങൾ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്ര ചോദ്യം വേണം, ഏത് മീഡിയം ലെവൽ വേണം, ഹാർഡ് ലെവൽ വേണം എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ അപ്പം നിങ്ങൾക്ക് എന്ത് വരും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പ്രാക്ടീസിൽ കിട്ടും. ഇതാണ് നമ്മളുടെ അവിടുത്തെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന ഓപ്ഷൻ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആപ്പിലുണ്ട്. ഇനി DPP എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളൊരു DPP ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഏത് നിങ്ങൾ DPP തുറന്നു നോക്കിയാലും, ഞാനിപ്പോ ഫിസിക്സ് ഒരെണ്ണം എടുക്കുകയാണ്, ഫിസിക്സ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായി, അല്ലെ, ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബുക്ക് ഇതൊരു പാഠമാണ്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ 17 കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മാത്രമാണ് ഈ ഒരു DPP. ഇങ്ങനെ ഇത് എത്രയാണ് നിങ്ങൾ നോക്കിയ പാർട്ട് 12 ആണ്, 12ാമത്തെ പാർട്ടാണ്. ഇങ്ങനെ 20 പാർട്ടോളമായിട്ട് ചെറിയ ചെറിയ ബുക്കുകളായിട്ടാണ് ഈ DPP വരിക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചാപ്റ്റർ കവർ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും കോൺസെപ്റ്റും അവിടെ കവേർഡ് ആയിരിക്കും, അല്ലെ? പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ്, ഓരോ പേൾ വീഡിയോ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് അവിടെ വീഡിയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്ലാസ് റൂമിൽ ചെയ്യുന്ന ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പെഷ്യൽ നോട്ട്സ് അവിടെ എന്തെങ്കിലും കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിനും അവിടെ സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓരോ ചോദ്യത്തിന്റെയും ആൻസർ നിങ്ങൾ തന്നെ എഴുതുക. അപ്പൊ നിങ്ങളുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉള്ള നോട്ടായിരിക്കും. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ആൻസർ എഴുതും. അപ്പം സാധാരണ ഒരു നോട്ട് പോലെയല്ല, നിങ്ങളുടെയും കൂടെ ഇൻവോൾവ്മെന്റ് വരുന്ന ഒരു നോട്ടായിരിക്കും ഈ DPP എന്ന് പറയുന്നത്. അത്രയും സ്ട്രക്ചേർഡ് ആണ് നമ്മുടെ ഈ ഒരു DPP സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എവിടെയൊക്കെയാണ് സെന്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരുണ്ട്, കണ്ണൂരിൽ ക്യാമ്പസ് ഉണ്ട്. നമ്മുടെ സീറ്റ്സ് വളരെ കുറവാണ് അവിടെ, 3 ബാച്ച് മാത്രമാണ് നമ്മൾ അവിടെ റൺ ചെയ്യുന്നത്. കണ്ണൂർ ക്യാമ്പസ് 3 ബാച്ചേ ഉള്ളൂ, അത് മതി. നമ്മൾ ഇത്തവണ അത്രയും കുറച്ചാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത്.
കോഴിക്കോട് ക്യാമ്പസ് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 10 ബാച്ച് മാത്രമേ നമ്മൾ, കോഴിക്കോടാണ് ഏറ്റവും വലിയ ക്യാമ്പസ്, പക്ഷെ നമ്മൾ 10 ബാച്ച് മാത്രമാണ് ഇത്തവണ നടത്തുന്നത്. നമ്മൾ കുട്ടികളുടെ എണ്ണം കുറച്ച് ഈ പറയുന്ന പോലെ അവർക്ക് കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറച്ച്, അതാണ് ആ സീറ്റ്സ് നിങ്ങൾ വേഗം നിങ്ങൾ ആ സീറ്റ്സിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നേരത്തെ ചേരുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പോലെ മലപ്പുറം ക്യാമ്പസിൽ നമ്മൾ 3 ബാച്ചാണ് റൺ ചെയ്യാൻ പോകുന്നത്. അത്രേ റൺ ചെയ്യുന്നുള്ളൂ. റെഡി? ആലപ്പുഴ ക്യാമ്പസിൽ 3 ബാച്ചാണ് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്രയേ ഉള്ളൂ. കോട്ടയം ക്യാമ്പസിൽ നമ്മൾ ഇത്തവണ 3 ബാച്ചായി ചുരുക്കുകയാണ്. നമ്മളവിടെ കൂടുതൽ കുട്ടികളുണ്ട്, പക്ഷെ നമ്മൾ ഇത്തവണ കുറച്ച് ബാച്ച് റൺ ചെയ്യുന്നുള്ളൂ. നമ്മൾ തീരുമാനിച്ച് തന്നെയാണ് ഇത്തവണ ഉണ്ടാവുന്നത്. കൊല്ലത്തും നമ്മൾ 3 ബാച്ച് ആയിരിക്കും റൺ ചെയ്യുക. റെഡി? തൃശ്ശൂർ ക്യാമ്പസിൽ നമുക്കവിടെ ഏകദേശം 16 ബാച്ചോളം ഉണ്ട് ഇത്തവണ. നമ്മൾ ഒരു ദിവസം പെർ ഡേ ഈ ഒരു ഇതിൽ നമ്മൾ 5 ബാച്ചസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റൺ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അത്രയും ബാച്ചുകളേ ഉള്ളൂ. നമുക്ക് ഉറപ്പാണ് ഈ ബാച്ചുകളൊക്കെ കുട്ടികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, വളരെ ലിമിറ്റഡ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഫില്ലാകുമെന്ന് അറിയാം. പക്ഷെ നമ്മൾ കുറച്ച് കുട്ടികളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇത്തവണ എടുക്കുന്ന ഒരു തീരുമാനം. ആരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത്തവണ തീരുമാനിക്കുകയാണ്. ഇവിടെയും 5 ബാച്ചുകളാണ് നമുക്ക് ഉണ്ടാകുക ട്രിവാൻഡ്രത്ത്. ആൻഡ് എറണാകുളത്ത് നമ്മൾ 3 ബാച്ച് ആയിരിക്കും റൺ ചെയ്യുക. സോ ഇത്രയുമാണ് നമ്മുടെ നമ്പർ ഓഫ് ബാച്ചസിന്റെ എണ്ണം. അപ്പൊ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരും റിസൾട്ട് ആക്കാന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സൈലം ഇത്തവണ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, റൈറ്റ്, ഓൾ ഇന്ത്യ റാങ്ക് വന്നാൽ 2 crore എത്തുന്നു. അപ്പൊ നമ്മൾ ഇത്തവണ കുട്ടികളോട് പറഞ്ഞു, ഓൾ ഇന്ത്യ റാങ്ക് അല്ല, നിങ്ങൾ കേരള റാങ്ക് വന്നാൽ 50 lakhs ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ 50 lakhs വേണമെങ്കിൽ നമ്മൾ 2 crore തരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. കേരള റാങ്ക് ഫസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് 2 crore rupees കിട്ടും. അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറായി ലക്ഷ്യം വെച്ച് അടിപൊളിയായിട്ട് വരിക. ഇത്തവണത്തെ ഈ ജെഇ മെയിൻ അഡ്വാൻസ് കഴിയുമ്പോൾ തന്നെ അത് കിട്ടുമെന്ന് ഞങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നീറ്റിന് റിസൾട്ട് വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന വിചാരത്തിൽ തന്നെയാണ്, ഞങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ തരിക. അപ്പൊ അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അഡ്മിഷൻ ഓപ്പൺസ് 6009100300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സീറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉണ്ടാകുക. ഇപ്പോൾ തന്നെ കോൾ ചെയ്യുക റിപ്പീറ്റർ ബാച്ചിലേക്ക്. അപ്പൊ എല്ലാവരും +2 വിദ്യാർത്ഥികൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.